നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല അടിപൊളി മോർണിംഗ്. ഒന്ന് ഭയങ്കര വെയില. ഇവിടുന്ന് ഇൻട്രോ എടുക്കാൻ കാരണം ഇതാക്കണ ഈ സാധനം കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തന്നില്ല കേട്ടോ. നമ്മളെ സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ല, ഇങ്ങനെ അവിടെ മുകളിലൊക്കെ ഇട്ട് ഇതിന്റെ മുകളിലും റൂഫിങ് ഇടുകണ്ടില്ല. ഇപ്പൊ സെറ്റ്. ഇനി നമുക്ക് സൈഡും കൂടി ഒന്ന് അടച്ചു കഴിഞ്ഞാൽ പൊളിയായി. സൈഡ് നമ്മൾ സിമെന്റ് ബോർഡ് വെച്ച് അടയ്ക്കാനാണ് നോക്കുന്നത്. അറൗണ്ട് ഒരു 60,000 രൂപയ്ക്ക് വരുള്ളൂ. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും ഒരു റൂമാക്കി യൂസ് ചെയ്യാം. പിന്നെ കുറെ ആൾക്കാർ കമന്റ് ചെയ്യണേ 2 ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ല എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ല തിരക്കാണ്. ഞാൻ വിചാരിച്ച ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇറ്റ്സ് ടേക്ക് ടൈം. ഇന്നലെ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ മൊത്തം ഒരു ഡയമണ്ട് റിങ്ങിന്റെ പിറകിലായിരുന്നു. സോ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കിടക്കാച്ച് സാധനം സെലക്ട് ചെയ്ത് ഞാനത് വാങ്ങി. ഞാനത് വൈറ്റ് ഗോൾഡിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. സോ അഡ്വാൻസും കാര്യം കൊടുത്ത്. കുഞ്ഞോ എന്റെ അമ്മേ, ഇതെന്താ അത്? ഒരു യുദ്ധം കഴിഞ്ഞ വരുന്നുണ്ടല്ലോ. അപ്പൊ ഡ്യൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഡ്യൂട്ടി കൺഫ്യൂഷനിലാണ്. കോളേജിലേക്ക് സാരി എടുക്കണം, പക്ഷെ എനിക്ക് സാരി എടുക്കാൻ ഓണത്തിനുള്ള പരിപാടി ആട്ടോ. ഞാൻ ചുമ്മാ പോയപ്പോ ട്രൈ ചെയ്ത് നോക്കിയത്. ഡ്യൂട്ടി സാരി കൊടുത്ത വീഡിയോ ആട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് എന്താ പറയാ, ഫുള്ളായിട്ട് ബ്ലൗസും കാര്യങ്ങളല്ല, പക്ഷെ കുഴപ്പമില്ല. ബ്ലാക്ക് നിനക്ക് ചേരുന്നാണ് എന്റെ ഒരു നിഗമനം. സോ സാരി എടുത്ത് ഇന്ന് കൊറേ കാലം കൊണ്ട് വാങ്ങണത് സാധനം വാങ്ങിയിട്ടുണ്ട്. ആമസോണിൽ നിന്ന് ഡെലിവറി. അതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് അത് മൊത്തത്തിൽ വർക്ക് ചെയ്യിപ്പിക്കണം. നല്ല അടിപൊളി സാധനം, നമുക്ക് ഈ വീട്ടിലേക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം ഞാൻ വാങ്ങി. ഗൈസ്, അപ്പം ഞാനും കുഞ്ഞും കൂടി നമ്മളെ വെഡിങ് കാർഡ് നോക്കിയായിരുന്നു ഏതായിരിക്കും ബെറ്റർ എന്ന്. ഇങ്ങനത്തെ വേണോ? ഇങ്ങനത്തെ കാർട്ടൂൺ ക്യാരക്ടറൊക്കെ ആയിട്ട് അത് വേണ്ട. പിന്നെ ഇതാക്കണ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ടുള്ള വേണ്ടല്ലോ അല്ലേ? ഫോട്ടോ വെച്ചിട്ടുള്ള സാധനം വേണ്ട. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡേർഡ് അങ്ങനത്തെ ടൈപ്പ് ഒക്കെ നിങ്ങളും കമന്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഇത് കൊള്ളല്ലേ? ഇത് നല്ലൊരു ക്ലാസിക് സാധനം പോലെ. ഇതൊക്കെ ഇതാണ് എന്ത് കിട്ടത്തില്ല. 3Dന്റെ ഒരു സാധനം വരും, കണ്ടില്ലേ? നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് സാധനം വരും. അതുപോലെ നമുക്ക് 3D ഇങ്ങനെ കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാക്കാം. ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാറില്ല. എനിക്കിങ്ങനെ ഇങ്ങനെ അത് കല്യാണത്തിന് പോവാത്തോണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങോട്ട് അയക്കാം. ഏതായാലും ഒന്ന് സെർച്ച് ചെയ്ത് തന്നെ നമുക്കിത് അടിക്കാൻ കൊടുക്കണം കേസ്, അല്ലെങ്കിൽ അത് ലൈറ്റ് ആയി. ഇതൊക്കെ നോക്കിയാ ഇങ്ങനെ തുറന്നിട്ടൊക്കെ ഉള്ള സാധനം. ഇങ്ങനത്തെ ഇൻസ്റ്റയില് ഞാൻ കാണുന്നുണ്ട്. പൊളിയായിരിക്കില്ലേ? നല്ല രസം ഉണ്ടാവും. കാർഡൊക്കെ കയ്യിൽ കിട്ടിയിട്ടാണ് കല്യാണം വിളിക്കാൻ പോകാൻ കേസ്. അത് കോഴിക്കോടൊക്കെ നമ്മളെ അടുത്ത ഫാമിലീസിനെ മാത്രം പോയി വിളിക്കും. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒരു 2, 3, 4 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് വിളിക്കേണ്ടി കേസ്. എല്ലാവരും ഭയങ്കര ടാസ്ക് ആയിപ്പോ. ഓരോ സ്ഥലത്ത് കയറിയാൽ എങ്ങനെ 1/2 മണിക്കൂർ 1 മണിക്കൂർ അവരായിട്ട് സംസാരിച്ചത് തീരും. സോ മാക്സിമം പെട്ടെന്ന് വിളിക്കുക, പെട്ടെന്ന് ഇറങ്ങുക, പെട്ടെന്ന് വിളിക്കുക, പെട്ടെന്ന് ഇറങ്ങുക. ഗൈസ്, അപ്പൊ കുറച്ച് ദിവസം നമ്മൾ എയർ ഫയർ വേണ്ടിട്ട്, പക്ഷെ ഇതിൽ ഇതുവരെ എന്താ പറയാ, നമ്മൾ ഒരു സാധനം കുക്ക് ചെയ്യില്ല. നമ്മൾ ഫേക്ക് ആയിട്ട് കുക്ക് ചെയ്ത് വീഡിയോയിലൊക്കെ വേണ്ടിട്ട് അത് ഫേക്ക് ആയിട്ട് കുക്ക് ചെയ്തായിരുന്നു. പക്ഷെ റിയൽ ആയിട്ട് നമ്മൾ ഇതുവരെ അതിലേക്ക് കുക്ക് ചെയ്ത് വിത്തൗട്ട് ഓയിൽ. അപ്പൊ നമുക്ക് ഇതായത് ചുടുക, ഓവനിൽ വെക്കുന്ന പോലാണ്. അങ്ങനെ അതിന്റെ വേറെ ഓവന്, മൈക്രോവേവ്. ഇതെന്ന് പറഞ്ഞാല് എയർ ഫ്രയർ തോന്നുന്നു. സോ ഇത് നോക്കണം നമ്മള് ഇങ്ങോട്ട്. എല്ലാരും പറയണ ഇങ്ങനെ ചിക്കൻ കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോളും കാര്യങ്ങളൊന്നും വരില്ല. സോ ഞങ്ങൾ നോക്കട്ടെ ഓയിൽ ഇല്ലാണ്ട് എങ്ങനെയാണ് ചിക്കൻ പൊരിച്ച ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഇപ്പം കായം പറ്റിയിട്ടുള്ളൂ. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് അവിടെ നിൽക്കട്ടെ, എന്നാൽ മാത്രം നമുക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സെയിം ടൈം നമ്മളുടെ ഇതാക്കണ ആമസോണിന്റെ ഡെലിവറി വന്നിട്ടുണ്ട്. എടുക്കടി സാധനം എടുക്കുമ്പോ വളരെ കിടക്കാൻ സാധനമാണ്. കയ്യോ നല്ല കാര്യം ഉണ്ടല്ലേ? എന്താന്ന് ഗസ് ചെയ്യാനട്ടോ കുഞ്ഞാളെ. 10 കിലോന്റെ പ്രോഡക്റ്റ് അതൊക്കെ ഡാർസൺ. പിന്നെ ഇത് ഡാർസൺ അല്ല വായിക്കുക, അങ്ങനത്തെ ഒരു പേരുള്ള സാധനമാണ്. എന്താണെന്നറിയോ സാധനം? അറിയില്ല. നീ ഇപ്പൊ വായിച്ച് എനിക്ക് അടന്ന് വരില്ല. നമ്മൾക്ക് മനസ്സിലായി. എന്നിട്ടില്ല മിണ്ടാണ് നിൽക്കുക. ഞാൻ എന്തെങ്കിലും ഓഫർ ചെയ്താലോ, ഇത് ഗസ് ചെയ്താൽ ഇത്ര തരാം, അങ്ങനെ ഇടക്കിടക്ക് പറയണം. അപ്പൊ അതിന് വേണ്ടി കാത്തിരിയ കള്ളത്തിയായിട്ട് വിളി. സോ കുറെ കാലത്തിന് ശേഷം അൺബോക്സ് ചെയ്യാൻ ഞാൻ എത്തിയിരിക്കുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് സാധനം. എത്ര കാലമായി ഈ സാധനം വാങ്ങണം വിചാരിക്കുന്നത്. ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാന്ന് അറിയോ?
ഈ സാധനം നമുക്കിത് 2100 വാട്ട്സിന്റെ കേട്ടോ. അപ്പൊ ഈ സാധനം നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? മുറ്റത്തുള്ള ചളിയില്ലേ, ഞാൻ അന്നത്തെ വീഡിയോ നമ്മളൊരു ആൾ ഇവിടെ വന്നിട്ട് അത് പ്രഷർ വാഷ് ചെയ്ത് ഒഴിവാക്കുക. പ്രഷർ വാഷറാണ്. അതുപോലെ തന്നെ നമ്മൾ കാറ് വാഷ് ചെയ്യാം. പിന്നെ മുകളിൽ നമ്മളെ എന്താ പറയാ, ഷവർ അല്ലടി, ടെറസിന്റെ മുകളിൽ ഒരു പൂക്കൾ ഉണ്ടാവില്ല, അത് പോക്ക. അങ്ങനെ എല്ലാത്തിനും പറ്റും. ഇനി കുറെ കാലത്തിന് ശേഷം കുളിക്കാനും പറ്റും. കുളിക്കാൻ മാത്രല്ല, അപ്പിട്ട് കഴിഞ്ഞിട്ട് അതിന് യൂസ് ചെയ്യും. നിനക്കതേ പറ്റൂ, നിനക്ക് അതിന് യൂസ് ചെയ്യാം. നിന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാനുള്ള കാര്യം. ഇതിൽ നമ്മ ഫോഗൊക്കെ യൂസ് ചെയ്തിട്ട് കാർ വാഷ് ചെയ്യുമ്പോ കണ്ടില്ലേ ഫോഗൊക്കെ ഇങ്ങനെ വരുന്നേ, ഈ പത എന്താണ് നമ്മള് നിന്റെ അത്ര പഠിച്ചിട്ടല്ല, നമുക്ക് അത്ര വിദ്യാഭ്യാസം പാവങ്ങളല്ല. സോ നമുക്ക് ഇതാക്കണം, അൺബോക്സ് ചെയ്യാം. ഭയങ്കര സെറ്റപ്പ് സാധനല്ലേ. ഇതിലാണ് നമ്മളെ ഫോം ഇതാണ് ഗണ്ണ്. കണ്ട, ദിസ് ഈസ് ദി ഗൺ. കണ്ട, ഇതിങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇതിനാകെ ഇതിന്റെ റേറ്റ് ഇല്ല കുഞ്ഞു. ഞാൻ ആമസോണിൽ കുറെ റിസർച്ച് ചെയ്തിട്ട് എന്നിട്ട് ഇതിന്റെ റേറ്റ് ആകെ 4000 രൂപക്ക് നമുക്ക് ഈ സാധനം കിട്ടി. എല്ലാം 8000, 7000, 6000 രൂപക്കൊക്കെ 1800-താണ്. പക്ഷെ ഇത് 2100-ൻ്റെത് നമുക്ക് 4000 രൂപ കിട്ടി. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് കത്തിപ്പോ വർക്ക് ചെയ്യുമെന്നൊക്കെ. അപ്പം അത് നല്ല സോഫ്റ്റ്, നല്ല ക്വാളിറ്റി വരുന്നത്. ഇതൊക്കെ എവിടെ എന്തൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഇതാക്കണ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതെന്ത് തേങ്ങാന്ന് അറിയില്ല. ഓ മൈ ഗോഡ് ഗൈസ്, പറിച്ചു പോയിട്ടോ. ലുക്ക് അറ്റ് ദി ക്വാളിറ്റി. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി മോട്ടറാണ് വരുന്നത്. വാച്ചല്ല ഞങ്ങളെ പ്രഷർ എത്രമാത്രം വരുന്നത് എന്നുള്ള. ഇവിടെ വെള്ളമൊന്നുമില്ല, ഇതിന്റെ ഉള്ളിൽ വെള്ളമുണ്ട്. ഓ മൈ ഗോഡ്, ഇതാണ് സാധനം. ഇത് മോട്ടറാട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പമ്പ് ചെയ്യാ. ഇതാണ് സ്വിച്ചില്. ഓ കൊള്ളല്ലേ. അത് വെള്ളം ആവാണ്ടിരിക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതിന്റെ വോൾട്ടേജും പ്രഷറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. പല പല ടൈപ്പ് സാധനങ്ങളുണ്ട്. സോ ഞാൻ കുഞ്ഞു ആദ്യം ഈ സാധനം ഇവിടെ. സോ ഇത് ഇതാക്കണം ആദ്യം നമുക്ക് ഇവിടെ അപ്പുറത്തുണ്ടല്ലോ. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ യെല്ലോ വയറിന്റെ മുകളിൽ ഇതാക്കണം. ഇത് ഇങ്ങനെ കണക്ട് ചെയ്യട്ടോ. ഈ സാധനം ജസ്റ്റ് നമ്മളെ ഗ്യാസിന്റെ അല്ല കുഞ്ഞോ, ഗ്യാസിന്റെ ഒക്കെ വയർ കണക്ട് ചെയ്യണ മാതിരി ഇത് ജസ്റ്റ് ഇങ്ങനെ. ഇത് നോസിലോ അല്ല എന്ത് ഫിൽട്രേഷൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇത് ഈ ഒരു അറ്റത്ത് കണക്ട് ചെയ്യാം. നല്ലോണം പിടിച്ചങ്ങോട്ട് ഇട്ടോ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് ഇവിടെ ആട്ടോ കണക്ട് ചെയ്യേണ്ടത്. ഇത് ഇതാക്കണം ഇങ്ങനെ ബാക്കോട്ട് ഇത് പ്രസ് ചെയ്തിട്ട് എന്നിട്ട് മുമ്പോട്ട് ഇതിങ്ങനെ കയറ്റണം. കണ്ടോ ഈ എൻഡില്ലേ, ഈ എൻഡിൽ നമ്മൾ ഇതാക്കണം ഇതാട്ടോ കണക്ട് ചെയ്യണത്. മൊത്തത്തില് പാളിപ്പോവാൻ ഞാൻ മതിയായിരുന്നു കുഞ്ഞോളെ. വെള്ളം വരുന്നതിൻ്റെ കൂടെ വേറെന്തെങ്കിലൊക്കെ വരും. ഇങ്ങനെ സംശയമുണ്ട് മൊത്തത്തില്. ഇവിടെ തന്നെ അല്ലേ? ഇവിടെ അല്ലേ? എനിക്കറിയാം. ഇനി നമ്മൾ ഇതാക്കണം ഇത് ഗണ്ണിലേക്കാണ് കണക്ട് ചെയ്യാണ്. ഉപ്സ്, നമ്മൾ ആ ഗണ്ണ് ഇവിടെ ഫിറ്റ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ കുറെ കോമാളിക്കളി നടക്കുന്നുണ്ട്. ഇനി ഇതാക്കണ ഇതും ഇവിടെ അങ്ങ് ഫിറ്റ് ചെയ്യുക ഗൈസ്. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് ഇനിയിപ്പോൾ അത് എന്താ പറയുക വർക്കിംഗ് ചെയ്യുന്നത് നമുക്ക് ഫുഡ് കഴിച്ചിട്ടെടുക്കാം നിങ്ങളെ. അപ്പൊ ആദ്യം നമ്മളുടെ ചിക്കൻ അവിടെ സെറ്റ് ചെയ്തിട്ട് അപ്പൊ ചിക്കൻ നമുക്ക് എയർ ഫ്രൈ വെച്ചിട്ട് ചുട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് കാറും അതുപോലെ തന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാറും. അത് റിങ് അത് അതിന്റെ സാധനം ക്ലീൻ ആക്കാനുള്ളതാ ഗൈസ്. ഇത് മൊത്തത്തിൽ അലമ്പാവായിരുന്നു. പുക വരേണ്ട മൊത്തത്തിൽ പുക വരും. ലൈക്ക് എന്താ പറയാ, കാറ്റ് വരേണ്ട അടുത്ത് ഫോഗ് വരും, ഫോഗ് വരേണ്ട അടുത്ത് വെള്ളം വരും. ഞങ്ങൾ ഒരു വിധത്തിലാണ് ഇത് റെഡി ആക്കി. ഇത് ഓൺ ആക്കുമ്പോ അറിയാ എന്തൊക്കെയാണ് എവിടൊക്കെയാണ് സംഭവിക്കുന്നത്. നീ മാറുന്നോ? പ്രഷർ വാഷ് വന്നിട്ട് പൊട്ടിത്തെറിച്ചാല്. അപ്പൊ കുഞ്ഞു സാധനം ജസ്റ്റ് ചൂടാ. കുഞ്ഞു തൊട്ടൊക്കെ ഉണ്ട്, കത്തിപ്പോട്ട കൈ. അത് കുഴപ്പമില്ല, അത് സ്മെല്ല് വരുന്നുണ്ട്. ചൂടാവുന്നുണ്ട്. ഇനി അത്രക്ക മതി. മാമ എത്തിയിട്ടുണ്ട്, കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ്. മാമന്റെ കാര്യം പറഞ്ഞാല് ഞങ്ങളെ നാട്ടിലൊക്കെ ഏറ്റവും പേര് കേട്ട ഒരു കുക്കാണ്. ഇപ്പൊ മാമ തള്ളിയത് അതുകൊണ്ട് ഇങ്ങോട്ട് വിട്ടതാണ്. 2.5 മണിക്കൂറോ? ഇവളാണോ ഓവനും കേടാക്കി? ഇവൾക്ക് ഒരു സാധനം ചിക്കന്റെ ഇതിൽ വെക്ക്. ചിക്കന്റെ ഇതില് നീ കിടന്ന് പെടക്കല്ലേ. ചിക്കൻ ടച്ച് സ്ക്രീൻ ആണ് കേട്ടോ ഗൈസ്. അപ്പൊ ടച്ച് സ്ക്രീനിലാണ് നമ്മൾ ഗൈസ്. അപ്പൊ അതൊക്കെ ഞാൻ സ്റ്റാർട്ട് എടുക്കാൻ പോവാണ്. റെഡി 1 2 3.
കണ്ട ഇങ്ങനെ ഈ റെഡ് കാണിച്ചിട്ട് ഇങ്ങനെ ആക്കണമെങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് അർത്ഥം. വർക്ക് ചെയ്യുന്നതാണ്. ഇവളാണ് സെറ്റ് ചെയ്ത്. കത്തിപ്പോയ ഇവളെ പറഞ്ഞാൽ മതി. മാമ കത്തിപ്പോയ ചിക്കൻ ഇല്ല. അപ്പൊ ചിക്കന് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇതാക്കണം ഈ സാധനം ഇവിടെ ഓണാക്കി. കണ്ടില്ലേ ഇവിടെ പ്രഷറിന്റെ അതൊക്കെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഐഡിയ ഇല്ല. എന്ന് കാക്കണ ഇതെങ്ങനെ ഒരു വയറ് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട് കുഞ്ഞാടാ. ഇത് പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്യണം അല്ലെ? എക്സ്റ്റൻഷൻ വെച്ചിട്ട് ആക്കണം, അല്ലെങ്കിൽ ഇന്നാലും പൈപ്പ് നമുക്ക് ഓൺ ആക്കിയിട്ടേ ഉള്ളൂ. അതെ ഇനി ഇതാക്കണം. ഇതാണ് കുഞ്ഞു. നീ ആദ്യം ട്രൈ ചെയ്തോ. നല്ല വേനുണ്ട് കേട്ടോ കേസ് ഇതിനോട് അടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇത് മോട്ടർ ഓണാക്കി. മോട്ടർ ഓണാക്കി. ആ മോട്ടർ ഓണാക്കി കഴിഞ്ഞാൽ വെള്ളം കാണാവുള്ളൂ. ഈ സ്വിച്ച് അല്ലേ? പേടിക്കണ്ട ഞാനില്ലേ. ഇത് ഓണാക്കാൻ പോവാണേ. മോട്ടർ വേണം. വെള്ളം ഇതാക്കണ വരുന്നുണ്ടെന്ന് തോന്നേ. ഇത് പിടിക്കാനാ ക്യാമറ പിടിക്കുക. നല്ല കട്ടച്ചെളി കണ്ട. നല്ല കട്ടച്ചെളി. സോ നമ്മ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പാടും കുഞ്ഞു. പോയിക്കില്ലേ ഇത് അമർത്തുമ്പോ ഇങ്ങോട്ട് വരുമോ? പിന്നെ അല്ലാതെ ഞാൻ സൂപ്പർമാൻ അതേ പറഞ്ഞത്. ആദ്യം നിക്കിയപ്പോ വെള്ളം കേറുന്നുള്ളൂ. ഇവിടെ ഒന്ന് തിരിക്കാനൊക്കെ ഉണ്ടാവും. നോക്കാം നമുക്ക്. ഓക്കെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല അത് വേണോന്ന്. ഷാർപ്പാക്കാനാ. സെറ്റ് ഫോം കൂടി അടിപൊളിയാവും. എന്നിട്ട് ഇവിടുത്തെ പോകുന്നില്ലല്ലേ? ആ ഫോം ഇടണം. തിരിച്ചുപോയി. അത് കൊള്ളല്ലേ? ഞാൻ ആക്കി വെട്ടെ. നല്ല ഷാർപ്പാക്കി വെക്കട്ടെ. അങ്ങനെ ഇവിടെ അമർത്തിക്കോ. അതാ ഞാൻ പറഞ്ഞത് നീ പാറിപ്പോന്ന്. അതങ്ങനെ തിരിക്കുക. അതിന്റെ നോക്ക് തിരിഞ്ഞ വ്യൂ മാറും. മിററൊക്കെ ആക്കാനത് അങ്ങനെ. സാധനം കൊള്ളാം. ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ ഈവനിങ് ഇനി മൊത്തം ഇതുകൊണ്ടൊരു കലാപരിപാടി. ഇനി എൻ്റെ ആവശ്യമില്ല, ഇനി വീടിൻ്റെ ആവശ്യമില്ല. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വേണ്ടി ഒരു കാറ് കഴുകാൻ. അപ്പൊ നമ്മളെ ചിക്കൻ എന്തായി നോക്കല്ലേ കളഞ്ഞ്. നല്ല സ്മെല്ലുണ്ട്. നല്ല സ്മെല്ല്. സീൻ സ്മെല്ല് ഒരു രക്ഷയില്ല. എടുത്തോ കരിഞ്ഞില്ല. നല്ല അടിപൊളിയായിട്ട്. ഫസ്റ്റ് ടൈം ആയിട്ട് നല്ല ഇതില്ല. ഒന്നും ചെയ്യണ്ട. ഒക്കെ ഓട്ടോമാറ്റിക്കല്ലേ. എന്തോരം ഓയിലാക്കില്ല. അല്ലെങ്കിൽ മുക്കി പൊരിക്കണം. ആലോചിച്ച് നോക്കിയാ ഇത് ചുട്ടും കൂടെ കിട്ടും. ചെറിയ കഷ്ണം. എന്തിനാ ഇതേ വേറെ ടേസ്റ്റാ. മസാല ഇട്ടത് അതല്ല വേറെ ടേസ്റ്റ്. മറ്റേ ഓയിലിന്റെ ടേസ്റ്റ്. ഓയിലല്ല ഇത് ചുട്ടെടുത്തൊരു കോയിന്റെ വേറെ ടേസ്റ്റ് ആട്ടോ. ഓയിലിൽ പോയ ടേസ്റ്റ് വേറെ സ്മെല്ലും. അത് നമ്മളിപ്പം സാധാരണ കഴിക്കാത്ത സ്മെല്ലും. കഴിച്ചോക്ക്. അണ്ണാക്കിലിട്ട് കഴിക്കടേ. ടേസ്റ്റ് ഇല്ലേ? രസല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്തായിരുന്നു. മാമ നോക്കി വെച്ചട്ടാ. ഇങ്ങനെ ചെയ്താൽ ആ ബ്രോസ്റ്റ് ഉണ്ടാക്കാം. ബ്രോസ്റ്റ് സെറ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഫ്രഞ്ച് ഫ്രൈസ് സെറ്റ് ആയിട്ട് ഉണ്ടാക്കാം. അടിപൊളിയാവും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇക്ക അവിടെ പോയി ചിക്കൻ വെട്ടി വിഴുങ്ങുന്നുണ്ട്. ഇനി പിന്നെ നൈറ്റ് വേണമെങ്കിൽ എന്റെ കാറ് വാഷ് ചെയ്യാം. പിന്നെ അതിലത്തെ ഫോം ഒക്കെ സെറ്റ് ആക്കാണ്ട്. അപ്പൊ നാളെ വേറൊരു കിടിലൻ വീഡിയോ